ഹായ് ഫ്രണ്ട്സ്, ഡായിഷാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അംബാസഡർ മോട്ടോറിംഗ് ക്ലബിൻ്റെ ഒരു 5 വണ്ടികളാണ്. ഈ വണ്ടികളെ പറ്റി പറയുകയാണെങ്കിൽ ഇത് അംബാസഡർ മാർക്ക് 1 എന്ന് കമ്പനി പറഞ്ഞിട്ടില്ല, നമ്മളായിട്ട് പറയുന്നതാണ്. കാരണം അതിന് ശേഷം അവർ 2, 3, 4 പിന്നെ ക്ലാസിക്കൊക്കെ ഇറക്കി. അപ്പം നമുക്ക് ഇതിന് 1 എന്ന് വിളിക്കാം. 1, 2, 3, 4 ഒപ്പം ഒരു ക്ലാസിക്കും കൂടെ അടങ്ങുന്ന ഈ ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ വണ്ടികളാണ് നമ്മൾ ഈ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടികളുടെ ഓണേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് KLR 6090. നമ്മൾ ഒരുപാട് കണ്ട വണ്ടിയാണ്. ഇതിൻ്റെ ഓണറെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അപ്പോൾ ശലിക് ഭായിനോട് ചോദിക്കാം, പേര് പറഞ്ഞോളൂ, പിന്നെ വണ്ടിയുടെ ഓക്കെ. എൻ്റെ പേര് ഷാലിക് എന്നാണ്, ചെറായി സ്ഥലം. ഇത് 1958 മോഡലാണ്. ഇത് നമ്മുടെ ഇവിടെ കൂടിയിട്ട് ഇപ്പോൾ 64 വർഷം. 64 വർഷമായി. അപ്പൂപ്പനായിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത്, പിന്നീട് അപ്പന് കൊടുത്തു, ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി പരിചയപ്പെടാം. പേര്? എൻ്റെ പേര് ആൽവിൻ. എൻ്റെ വീട് തൃശ്ശൂർ തന്നെ. ഇത് 72 മോഡൽ മാർക്ക് 2 ആണ്. ഇത് ഞാൻ റീസ്റ്റോർ ചെയ്തെടുത്താണ്. എൻ്റെ കയ്യിൽ 2 കൊല്ലമായിട്ട് വണ്ടി ഉണ്ട്. പപ്പയുടെ നിന്ന് കിട്ടിയൊരു കമ്പാണ് അംബാസഡറിൻ്റെ ഒരു ഇത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ റീസ്റ്റോർ ചെയ്തെടുത്ത് ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. ഓക്കെ, ഇത് മാർക്ക് 3 ആണ്. എൻ്റെ പേര് ജിഷ്ണു ആണ്. ഞാൻ പാലക്കാട് എലവഞ്ചേരി സ്വദേശം. മാർക്ക് 3 വണ്ടി 1978 മോഡല്. 43 വർഷമായിട്ട് കൂടെ ഉണ്ട്. എൻ്റെ മുത്തശ്ശനാണ് എടുത്തത്. ഇങ്ങനെയുടെ ഒരു കഥ പറയണ്ടേ, നമ്മുടെ സബ്സ്ക്രൈബറാണ്. അത് ഡാജിഷേൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നമുക്ക് അംബാസഡർ വേണമെന്ന് എടുക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം തോന്നിയത്. അതും BMC വണ്ടി തന്നെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വണ്ടിയുടെ പേര് അത് തന്നെയാണ്, BMC. പേരെന്താ പറഞ്ഞ? എൻ്റെ പേര് കൃഷ്ണപ്രസാദ്, കൊടുങ്ങല്ലൂർ സ്ഥലം. ഓക്കെ. നമസ്കാരം, ദുർഗപ്രസാദ് എന്നാണ് എൻ്റെ പേര്. തൃശ്ശൂർ കൊടകരയാണ് സ്ഥലം. 2005 മോഡൽ ക്ലാസിക്കാണ് വണ്ടി കയ്യിലുള്ളത്. വണ്ടി ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് എൻ്റെ ഒപ്പം ഉണ്ട്. കുറച്ച് നശിച്ചു പോയ വണ്ടിയാണ്, ഫുള്ളി റീസ്റ്റോർ ചെയ്തതാണ്. ഇപ്പോൾ വൈറ്റ് ആയിരുന്നു, ബ്ലാക്ക് ആക്കിയതാണ്. ബേസിക്കായിട്ടുള്ള ആൾട്രേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹാപ്പിയാണ് വണ്ടി വെച്ചിട്ട്. നമസ്കാരം, ഞങ്ങളെല്ലാവരും AMC ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. അംബാസഡർ മോട്ടോറിംഗ് ക്ലബ് എന്നാണ് ഗ്രൂപ്പിൻ്റെ ഫുൾ നെയിം. 2 വർഷമായി ഗ്രൂപ്പ് തുടങ്ങിയിട്ട്. 250ഓളം ആൾക്കാരുണ്ട് ഗ്രൂപ്പിൽ. ഞങ്ങൾ പല സ്ഥലത്തും, കേരളത്തിൻ്റെ അങ്ങേ തല തൊട്ട് ഇങ്ങേ തല വരെയുള്ള ഒരുപാട് സ്ഥലത്തുള്ള മാക്സിമം ആൾക്കാർ ഗ്രൂപ്പിലുണ്ട്. മലയാളീസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും സൗഹൃദത്തിൽ എല്ലാവരും കമ്പനി ആവണത്. ഒരു സൗഹൃദമായ കൂട്ടായ്മയാണ് ഗ്രൂപ്പ്. മാക്സിമം ഫ്രണ്ട്ഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഞങ്ങളെല്ലാവരും തമ്മിൽ പരിചയപ്പെട്ടതും കണ്ടതും എല്ലാം ഗ്രൂപ്പ് മുഖാന്തരമാണ്. ഇപ്പോൾ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് 2 വർഷമായി. 250 മെമ്പേഴ്സായി. ഫസ്റ്റ് ഗ്രൂപ്പ് ഫുള്ളായിരിക്കുന്നു. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വണ്ടി 5ാമത്തെ രജിസ്ട്രേഷനാണ്. അപ്പോൾ ഈ 5ാമത്തെ രജിസ്ട്രേഷൻ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്രൂപ്പ് അഡ്മിൻ എന്നെ ആഡ് ചെയ്തതും ഗ്രൂപ്പിൽ ഞാൻ അംഗമായിട്ടും എനിക്ക് അത് മുഖേന്ദ്ര എനിക്ക് പല ഭാഗത്തുനിന്നും പാർട്സുകളും മെക്കാനിക്കൽ പാർട്സ് ആണെങ്കിലും ഒരുപാട് എനിക്ക് ഗ്രൂപ്പ് മുഖേന്ദ്ര ഭയങ്കര സഹായമായിട്ടുണ്ട്.
അതുകൊണ്ട് ഇപ്പോഴും എല്ലാവർക്കും ഞങ്ങളെ ഗ്രൂപ്പ് അഡ്മിനിലെ ഗ്രൂപ്പ് മെമ്പേഴ്സിലെ എല്ലാ ആൾക്കാർക്കും നമുക്ക് പാർട്സുകളും മെക്കാനിക്കലും ഗ്രൂപ്പിൽ അംഗം ഉള്ള സ്ഥിതിക്ക് എല്ലാവർക്കും അത് വളരെയധികം ഈസി ആയിട്ട് തന്നെ നമുക്ക് ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. മറ്റേ വണ്ടീൻ്റെ പാർട്സുകളെല്ലാം കൂടി അതെനിക്ക് വളരെ ഒരു സഹായം ആയിട്ട് ഉണ്ടായിരുന്നു വണ്ടി റീസ്റ്റോറേഷൻ ചെയ്യാനായിട്ട്. നല്ലൊരു ഫാമിലി ആണ് നമ്മളൊരു, ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരയ്ക്കും എല്ലാവരും നമ്മുടെ മെമ്പേഴ്സ്മാരുണ്ട് ഗ്രൂപ്പ് അംബാസഡർ മോട്ടോറിംഗ് ക്ലബ്ബിന്. നല്ലൊരു അഡ്മിനാണ് ദുർഗാപ്രസാദ്. ജിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നമുക്ക് പാർട്സിനൊക്കെ അവൈലബിലിറ്റി ഗ്രൂപ്പിൽ തന്നെ കൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സൗഹൃദം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ്. ഇപ്പൊ ജിഷ്ണു ആണെങ്കിൽ തന്നെ പാലക്കാട്, ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അറിയ പോലും ഉണ്ടായിരുന്നില്ല. ഷാലിക്കേട്ടൻ, ദുർഗ, ആൽവിൻ, കൃഷ്ണപ്രസാദ്, ഞങ്ങൾ പല ഇതാണ് എല്ലാം കാരണമായത് അംബാസഡർ കാറാണ്. സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും സന്തോഷമായൊരു കാര്യം. ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റപ്പ് നടന്നിരുന്നു ഒരു കൊല്ലം മുമ്പ് ആമ്പലൂർ വെച്ചിട്ട്. 50ഓളം വണ്ടികൾ വന്നിരുന്നു. അത് നല്ലൊരു അവിടെ നിന്നാണ് ഞങ്ങളെല്ലാവരും പരിചയപ്പെട്ടതും കണ്ടുമുട്ടിയതൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നിരവധി മീറ്റപ്പുകൾ വെച്ചിരുന്നു. ഞങ്ങൾ പേഴ്സണലായിട്ട് മാർക്ക് 1 2 3 4 എന്നുള്ളൊരു ഇതിൽ, മാർക്ക് ബ്രദേഴ്സ് എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾ വെച്ചിരുന്നത്. അതും ഞങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് പോയി, എല്ലാവരും വീട്ടിലേക്കൊക്കെ പോയി ഭക്ഷണം കഴിച്ച് അവിടെ ചെറായി അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോയി. അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് മെയിനായിട്ട് സൗഹൃദമാണ് ഞങ്ങൾ ഫോക്കസൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഒരു മെയിൻ പോയിൻ്റ് അതാണ്. കാരണം വെച്ചാൽ ഈ ശാലിക്കടൻ ചെറായാണ് എൻ്റെ വീടിൻ്റെ അടുത്താണ്, കൊടുങ്ങല്ലൂരിൽ നിന്ന് കുറച്ചുള്ളൂ. അപ്പോൾ ആൽവിൻ തൃശ്ശൂർ, പാലക്കാടാണെങ്കിലും ഞങ്ങൾ ആഴ്ചയിൽ മാസത്തിൽ ഞങ്ങൾ ഇങ്ങനെ പോയാലും ഞങ്ങൾ ഇന്ന് മീറ്റപ്പ് നടത്താറുണ്ട്. ഞങ്ങൾ അറ്റ്ലീസ്റ്റ് 5 വണ്ടികൾ എന്തായാലും ഉണ്ടാവും. കാരണം വെച്ചാൽ ഞങ്ങൾ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ട്, ഈ AMC എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രൂപ്പ് ഉണ്ട്. അത് ഞങ്ങൾ മാർക്ക് പ്രദേശമാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം വെച്ചാൽ ഞങ്ങളെ ഗ്രൂപ്പിൽ 1958 മുതൽ 2005 മുതലുള്ള വണ്ടികൾ ഞങ്ങൾ 5 പേരിലും അങ്ങനെ ആയതുകൊണ്ട് തന്നെ അതൊരു നല്ലൊരു തിക്ക് ഫ്രണ്ട്ഷിപ്പായി. മാർക്ക് 1 2 3 4 പിന്നെ ക്ലാസിക് ഉണ്ട്. ബ്രദേഴ്സ് എന്ന പേരിൽ ഞങ്ങളൊരു ചെറിയ ഞങ്ങളെ അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അംബാസഡർ കാറ് നമ്മൾ നശിച്ചു പോകുന്ന സാഹചര്യത്തിൽ നമ്മളായിട്ട് അതിനെ പരിപാലിച്ച് റീസ്റ്റോറേഷൻ ചെയ്ത് മാക്സിമം നമ്മൾ അതിനെ വണ്ടിയിലോട്ട് തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക എല്ലാവരും. അതാണ് നമുക്ക് ഒന്ന് പറയാനുള്ളത്. കാരണം എല്ലാവരും അത് നശിപ്പിച്ച് കളയാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് റീസ്റ്റോറേഷൻ മാക്സിമം ചെയ്ത് അല്ലേ വണ്ടീനെ മാക്സിമം റോഡിലോട്ട് ഇറക്കുക. കണ്ടീഷനിൽ നിന്ന് നിലവിൽ കുറച്ചെങ്കിലും കാരണന്മാരായിട്ട് പകർന്ന വണ്ടി കുറച്ച് നാളെങ്കിലും സൂക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ് മാക്സിമം നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് നമ്മുടെ ഒരു എഫേർട്ട്. അതിനാണ് നമ്മൾ ഇത്ര അധികം കഷ്ടപ്പെട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയതും ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കാൻ ശ്രമിച്ചതും. അതുകൊണ്ട് അതാണ് നമ്മുടെ എഫേർട്ടിൻ്റെ ഒരു എന്താ പറയുക അർത്ഥം ഉണ്ടായെന്ന് പറഞ്ഞ കാര്യമാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടാൻ പറ്റിയത്, ഇത്രയും സൗഹൃദത്തിലെത്താൻ പറ്റിയത്. താങ്ക് യു. അപ്പോൾ ഈ എല്ലാ വണ്ടികളും ഓരോരോ എപ്പിസോഡായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓരോന്നായിട്ട് കാണാം. നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ വണ്ടികളുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാം. ബൈ. ഇപ്പോൾ ഈ അടുത്താണ് ജിപ്സി ഡിസ്കും വൈറ്റ് വാൾ ടയറും വിട്ടത്. ഹോൺ ഇപ്പോൾ ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. അതെ, ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, റൂട്ട്സിൻ്റെ ഹോൺ അല്ലേ? അതെ. നമുക്ക് എഞ്ചിൻ റൂം കാണാം.